ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വെള്ളയപ്പമാണ്. അതിനു വേണ്ടി 1 കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ, 3/4 കപ്പ് വേവിച്ച ചോറ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ നന്നായിട്ട് മിക്സാക്കി നമുക്ക് 4 മണിക്കൂർ അടച്ചു വയ്ക്കണം. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഈസ്റ്റിൻ്റെ ചൊവയൊന്നും വരത്തില്ല. വളരെ ടേസ്റ്റായ ഒരു വെള്ളയപ്പമാണിത്. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി 4 മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഈ അപ്പത്തിന് ഒത്തിരി പുളിയോ ഒന്നുമില്ല. വളരെ ടേസ്റ്റിയായ ഒരു വെള്ളയപ്പമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇപ്പം നമ്മൾ 1 പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയും അരച്ചെടുക്കാം നമുക്ക്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കൊരു 1/2 മണിക്കൂർ ഇനി അടച്ചു വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. കടലക്കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളയപ്പമാണ്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റായ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തലേദിവസം നമുക്ക് അരച്ചു വെക്കേണ്ട ആവശ്യമേ ഇല്ല. 4 മണിക്കൂർ കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.